ഒന്നായി ചിരിക്കാനും ഒന്നായി ചിരിക്കാനും ഒന്നായി ആഘോഷിക്കാനും ഒരു കൂട്ടം കലാകാരികൾ നമ്മുടെ ഒപ്പമുണ്ട്. അവരുടെ അലങ്കാരങ്ങളിൽ ശരിക്കും കണ്ണു മയങ്ങിയിരിക്കുകയാണ്. അത്രയും അതിസുന്ദരമായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. വാക്കുകളില്ല. നമുക്കിവരെ പരിചയപ്പെടാം. ഞങ്ങൾ പാലക്കാട് കാണിക്കമാത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തം ഇപ്പോൾ ഇത് കഴിച്ച് വന്ന് നിൽക്കായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോസ്റ്റ്യൂം കണ്ടറിയാം. ഇറ്റ്സ് സംവാട്ട് ഒരു പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് മഹാരാജ സ്വാതി തിരുനാളിനൊരു ട്രിബ്യൂട്ടായിരുന്നു ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഡാൻസ്. ഒരു 33 വയസ്സ് വരെ മാത്രം ജീവിച്ച് കലാകേരളത്തിന് ഇത്രയധികം കീർത്തനങ്ങളും സംഗീതവും കലയും നൽകിയ അദ്ദേഹം നൃത്തം പഠിപ്പിക്കാനായിട്ട് 4 പേരെ തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ 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 നമുക്കെല്ലാവർക്കും എപ്പോഴും ബഹുമാനിക്കേണ്ട ആ ഒരു വ്യക്തിത്വത്തെ നൃത്തത്തിലൂടെ എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കോസ്റ്റ്യൂമൊക്കെ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തതാണ്, പുതിയ പാട്ടിന് വേണ്ടി ചെയ്തതാണ്. പാലക്കാട് കാണിക്കമാതയെക്കുറിച്ച് പറയുമ്പോൾ ഈ പാലക്കാട് ജില്ലയിലെ സംസ്ഥാന സ്കൂൾ ദിനോത്സവം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് സംഘനൃത്തത്തിന് പാലക്കാടിന് ഫസ്റ്റ് കൊണ്ടുവന്നത് കാണിക്കമാത സ്കൂളായിരുന്നു. അത് നല്ലൊരു കടി കൊടുക്കാം നമുക്ക്. അത് ഞാൻ 2000-2001 ആണ് അത് നടന്നത്. അത് കോഴിക്കോട് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലാണ്. 64 തുടങ്ങിയ യുവജനോത്സവത്തിന് ആദ്യമായിട്ട് പാലക്കാടിനെ ഫസ്റ്റ് കിട്ടിയത് കാണിക്കമാതയോടെയാണ് ഗ്രൂപ്പ് ഡാൻസ്. അന്നും ഞാൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാണിക്കമാത. അതല്ല, അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു 38 വർഷമായി കലാരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മക്കൾ പറയും. എൻ്റെ പേര് അക്ഷയ. ഞാൻ ഇത്രയും വർഷം കലോത്സവത്തിൽ ഗ്രൂപ്പ് ഡാൻസിലായിട്ട് പലതിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെൻ്റെ ലാസ്റ്റ് ഇയർ ആണ്, 12th ആണ്. ഭയങ്കര ഹാപ്പിയുണ്ട്. സാറായിട്ട് ടീച്ചേഴ്സാവട്ടെ ഞങ്ങളുടെ സ്കൂൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാരൻസ് റിയലി നിങ്ങളുടെ പ്രാക്ടീസിനായാലും എന്തിനായാലും എല്ലാവരും കൂടുന്നുണ്ട്. ഞങ്ങൾ 7 പേരും ഇത്രയും കട്ടയ്ക്ക് പിടിച്ചേക്കുന്നത് എല്ലാവരും കാരണമാണ്. ഭയങ്കര ഹാപ്പിയാണ് ഇത് ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നതും. ഞങ്ങളുടെ ടീമായിക്കോട്ടെ നല്ലൊരു ടീമും കണ്ടുപിടിച്ച സാറിനും ഭയങ്കര താങ്ക്സ്. എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു? എത്ര നാളായി ഇതിന് ഈ കലോത്സവത്തിനായിട്ട്? ഞങ്ങൾ ജൂൺ ലാസ്റ്റ് മുതൽ പ്രാക്ടീസ് ചെയ്യാണ്. ഒരു ദിവസം വിടാതെ എല്ലാ ദിവസവും വന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, അത്രയും കഷ്ടപ്പെട്ടതിന് റിസൾട്ട് ഉണ്ടാവുന്നതിനെ പ്രതീക്ഷിക്കണം. ഈ സ്റ്റേജിൽ കയറിയപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഫീലിങ്സ്? എന്തായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട്. 7 പേരും ഒരു മനസ്സായിട്ട് കളിക്കും. ഫസ്റ്റ് വാങ്ങുന്നതിനെ വിശ്വസിക്കണം. അപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ധരിച്ചപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണെന്നൊന്ന് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമോ? ആക്ച്വലി ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, പ്രിൻസിപ്പൽ, ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും അപ്പം തന്നെ ഇത് എന്തായാലും ഈ കോസ്റ്റ്യൂമിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നാണ്. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ സ്റ്റേജിലാണെങ്കിലും അട്രാക്റ്റീവായിട്ട് കാണുന്ന ഒരു ഡ്രസ്സാണിത്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കല്ല, ഞങ്ങളുടെ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് ഇട്ടപ്പോൾ തൊട്ട് കോൺഫിഡൻസ് ആണ്. ഐ മീൻ ഞങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം കിട്ടും. ഞങ്ങളുടെ ഈ ഡ്രസ്സിനായാലും ഞങ്ങളുടെ ഹാർഡ് വർക്കിനായാലും ഡാൻസിനായാലും എല്ലാവർക്കും ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. താങ്ക് യു. ഞാൻ ദേവിക മനോജ്. ഞാൻ +1 ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ മാളവികായം. ഞാനും +1ലാണ്. ഞാൻ സമൃദ്ധി പ്രദീപ്. ഞാനും +1ലാണ്. ഞാൻ അക്ഷയ മനോജ്. ഞാൻ +2ലാണ്. ഞാൻ വൈഗ CS. ഞാനും +1ലാണ്. പൂർണ്ണശ്രീ PS +1ലാണ്. ഋഷിക ദാസ് +1ലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് കുട്ടികളെ അണിയിച്ചൊരുക്കിയത് എറണാകുളത്തു നിന്നുള്ള വലിയൊരു ആർട്ടിസ്റ്റാണ്. നമ്മുടെ രതീഷ് ആണ് അണിയിച്ചൊരുക്കിയത്. പിന്നെ തലചേനയ്ക്കും കോസ്റ്റ്യൂംസ് എല്ലാം നമ്മൾ ഇവർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് തൃശ്ശൂരിൽ നിന്ന്. പിന്നെ കുറേ ഹാർഡ് വർക്ക് ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ ഞങ്ങൾ രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് മേക്കപ്പ് കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ്. അപ്പോൾ അറിയാലോ എത്ര സമയം എടുത്തു എന്നുള്ളത്. അപ്പോൾ താങ്ക് യു. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണതിന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം. കലയിലെയും കലാകാരന്മാരെയും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യണതിന് ഒരുപാട് സന്തോഷം. നന്ദി. അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.